പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ കോടാനുകോടി രൂപയ്ക്കുള്ള അഴിമതികളാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അസോസിയേഷൻ്റെ പേരിൽ അസോസിയേഷൻ്റെ ആണെന്ന് പറഞ്ഞ് അസോസിയേഷൻ്റെ മെമ്പേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു കമ്പനി, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നടത്തി അതിനകത്തുനിന്ന് വൻ കൊള്ളലാഭം കൊയ്യുന്നു. സുരേഷ് കുമാറും സിയാദ് വോക്കറും പോലുള്ള, അതായത് നമ്മുടെ അസോസിയേഷൻ്റെ ആസ്ഥാന ഗുണ്ടകൾ എന്ന് തന്നെ അവരെ പറയേണ്ടി വരും. കാര്യം അവരുടെ ഗുണ്ടായിസം ഉപയോഗിച്ചാണ് ഈ പറയുന്ന മറ്റു നിർമ്മാതാക്കളെ എല്ലാം അവർ നിശബ്ദരാക്കുന്നത്. എൻ്റെ നോമിനേഷൻ തള്ളിയത് വഴി ഞാൻ ജയിക്കുകയല്ലേ അവിടെ ഉണ്ടായത്. ധാർമ്മികമായി ഞാൻ ജയിച്ചിരിക്കുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിലെ പത്രിക തള്ളിയ സംഭവവുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവ് സാന്ദ്ര തോമസ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും അസോസിയേഷനിലെ പോരാട്ടം കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് കരുതുന്നത്? പ്രഥമ ദൃഷ്ട്യാ എനിക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അത് കോടതിക്കും ബോധ്യപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നീതിപീഠത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അന്ന് തന്നെ അവിടെ വെച്ച് തന്നെ പറയുകയും ചെയ്തു. അപ്പം എനിക്ക് ഇന്ന് കോടതി ഇത് പരിഗണിക്കുകയാണ്. എൻ്റെ 2 കേസുകളാണ്. ഒന്ന്, ഈ ഭരണാധികാരിയെ അപ്പോയിൻറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർമ്മാതാക്കളായ മറ്റ് ആരെയും അറിയിക്കാതെ ഇവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല ബൈലോയിൽ അങ്ങനെ ഒരാളെ വെക്കാൻ പറയുന്നതുമില്ല. അപ്പോൾ അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടൊരു കേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ രണ്ടാമത് എൻ്റെ നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ടും ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 കേസുകളാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. 2ഉം ഒരേ കോടതിയിൽ തന്നെയാണ് വരുന്നത്. ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. കാര്യം എൻ്റേത് ഒരു ഒറ്റയാൾ പോരാട്ടമാണ്. അപ്പുറത്ത് നിൽക്കുന്ന ഒരു സംഘം ചേർന്ന് ആളുകളുടെ ഗൂഢാലോചനയും അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെപ്പോലൊരു വ്യക്തിയെ അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് വലിയ നാടകം കളിച്ചുകൊണ്ട് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ നിർമ്മാതാക്കൾ അവരുടെ തന്നെ ഒരു ആളായ ശ്രീ കോശി ജോർജ് എന്ന അഡ്വക്കേറ്റിനെ, ഒരു പാവ മനുഷ്യനാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നിരുത്തി അത്രയും വലിയൊരു നാടകം കളിപ്പിച്ചത്. അപ്പോൾ അതിന് എനിക്ക് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു നീതി കിട്ടും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പോൾ സാന്ദ്ര ബൈലോയിലെ പോയിന്റുകൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് വാദിക്കുന്നത്. കാര്യമായും ഈ നോമിനേഷൻ തള്ളിയതിലെ സിനിമകളുടെ എണ്ണം പറഞ്ഞതിൽ സാന്ദ്ര തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളാണ്. ഇതൊക്കെ ബൈലോയിൽ കൃത്യമായി ഉയർത്തി കാണിച്ചാണ് ഇങ്ങനെ ഒരു പോരാട്ടം നയിക്കുന്നത്. എന്താണ് സത്യത്തിൽ ഇത്തരത്തിലൊരു ഫൈറ്റ് സാന്ദ്രയ്ക്കെതിരെ ഇതിനകത്തൊന്നും വരാൻ കാരണം കരുതുന്നത്? അതിൻ്റെ കാരണം വളരെ വ്യക്തമാണല്ലോ. ഞാൻ അവർക്കെതിരെ എനിക്കുണ്ടായ ഒരു മോശം അനുഭവത്തിനെതിരെ ഞാൻ പുറത്തേക്ക് വന്ന് സംസാരിക്കുകയും അത് സിനിമയിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റിയും വന്ന സാഹചര്യത്തിൽ ഞാൻ മുന്നോട്ട് വരികയും സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരിടമായിരിക്കണം മലയാള സിനിമ എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരികയും ആ സമയത്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ എല്ലാവരും എനിക്കെതിരെ വരികയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടതായി വന്നത്. അതിനെ അവർ ഒന്നടങ്കം എതിർത്തു. എന്നെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടത്തി, സംഘം ചേർന്ന് ആക്രമിക്കാനുള്ള ശ്രമം നടത്തി. അപ്പം അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ നോമിനേഷൻ തള്ളലും ഇങ്ങനെയുള്ള കാര്യം. അവർക്ക് ഒരിക്കലും എന്നെപ്പോലൊരാൾ അസോസിയേഷൻ്റെ ഒരു തലപ്പത്തേക്ക് വരുന്നതോ അല്ലെങ്കിൽ അവിടെ ഇപ്പോഴത്തെ ഡിസ്കഷൻ അനുസരിച്ചാണെങ്കിൽ ഞാൻ അവിടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായി വന്നാൽ പോലും അവിടെ കൂട്ടരാജി വയ്ക്കും എന്നുള്ളതാണ് അവരുടെ തീരുമാനം. സാന്ദ്ര ഈ അസോസിയേഷൻ്റെ തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് ഭയമാണ്. ഇതിൽ നിലവിൽ നിൽക്കുന്ന ഭാരവാഹികൾക്ക് ഭയമാണ്. പല കാര്യങ്ങളും പുറത്തു വരുമെന്നെല്ലാമുള്ള വിഷയങ്ങൾ പറഞ്ഞു. എന്താണ് സത്യത്തിൽ അത്തരത്തിൽ അവർ ഭയക്കുന്ന എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ അസോസിയേഷനിൽ? അത് സാന്ദ്ര എന്ന വ്യക്തിനെയല്ല അവർ ഭയക്കുന്നത്. അവർ ചെയ്ത പ്രവൃത്തികളെയാണ് അവർ ഭയക്കുന്നത്. അവർ ചെയ്ത ഇത്രയും വർഷങ്ങളായി ചെയ്ത അഴിമതികൾ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ കോടാനുകോടി രൂപയ്ക്കുള്ള അഴിമതികളാണ് അവിടെ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല അസോസിയേഷൻ ബിൽഡിങ്ങിനെ ദുരുപയോഗം ചെയ്ത കാര്യങ്ങൾ, അതിപ്പോൾ ഞാൻ മാത്രമല്ല അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത്. ഇന്ന് അസോസിയേഷൻ്റെ തന്നെ 6 വർഷം അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശശി അയ്യഞ്ചറ ഇന്ന് മാധ്യമങ്ങളിലൂടെ അത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞതിനെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഇന്ന് വന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം അവിടെ അസോസിയേഷൻ നടക്കുന്നത്. അസോസിയേഷൻ്റെ പേരിൽ അസോസിയേഷൻ്റെ ആണെന്ന് പറഞ്ഞ് അസോസിയേഷൻ്റെ മെമ്പേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു കമ്പനി, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നടത്തി അതിനകത്തുനിന്ന് വൻ കൊള്ളലാഭം കൊയ്യുന്നു. ഇത് മെമ്പേഴ്സ് ആരും ഇതിനൊന്നും അവരാരും അറിയുന്നില്ല. ഇതൊക്കെ ഇല്ലീഗലായി നടത്തുന്ന ഒരു ചാരിറ്റബിൾ സംഘടനയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. പക്ഷേ അതിൻ്റെ മറവിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങി ഒരു എന്താ പറയുന്ന വലിയൊരു സ്കാമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ തുറന്ന് കാണിക്കും. അത് സംഘടനയ്ക്കകത്തും പുറത്തും വന്ന് നിന്ന് അതിനെ എതിർക്കും എന്ന് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് എന്നെ പോലെയുള്ളവരെ അവർ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നത്. ആരാണ് ഇങ്ങനെ ഒരു തട്ടിപ്പിന് നേതൃത്വം നൽകുന്ന? ആരാണ് ഇവിടെ?
ശ്രീ ജി സുരേഷ് കുമാർ തന്നെയാണ് അതിൻ്റെ പുറകിൽ. സുരേഷ് കുമാറും സിയാദ് കോക്കറും പോലെയുള്ള, അതായത് നമ്മുടെ അസോസിയേഷൻ്റെ ആസ്ഥാന ഗുണ്ടകൾ എന്ന് തന്നെ അവരെ പറയേണ്ടി വരും. കാര്യം അവരുടെ ഗുണ്ടായിസം ഉപയോഗിച്ചാണ് ഈ പറയുന്ന മറ്റു നിർമ്മാതാക്കളെ എല്ലാം അവർ നിശബ്ദരാക്കുന്നത്. അതാണ് ഇത്രയും നാളായിട്ട് നടന്നു പോന്നിരുന്ന കാര്യം. ഇത് എന്തുകൊണ്ടാണ് അവരെന്നെ ഇലക്ഷന് ഭയക്കുന്നത്? എന്തുകൊണ്ടാണ് എന്നെ അവർ എൻ്റെ നോമിനേഷൻ തള്ളിയത് വഴി ഞാൻ ജയിക്കുകയല്ലേ അവിടെ ഉണ്ടായത്? ധാർമ്മികമായി ഞാൻ ജയിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അവരെന്നെ ഭയക്കുന്നു. എന്തിനാണ് ഭയക്കുന്നത്? ഇതൊക്കെ ഞാൻ പുറത്തു കൊണ്ടുവരും എന്നവർക്കറിയാം. അതിനെയാണ് അവർ ഭയക്കുന്നത്. എന്നെ പോലെ അവിടെ പലരും ഉണ്ട്. ഇന്നൊരു ശശി അയ്യഞ്ചർ വന്നു, നാളെ വേറെ പലരും വരും. അപ്പം അത് ഒരു നീതികേടിനെ, ഒരു കള്ളത്തരത്തിനെ ഒരു കാലത്തും മറച്ചു വെച്ചുകൊണ്ടിരിക്കാൻ, എല്ലാ കാലവും മറച്ചു വെക്കാനായിട്ട് സാധിക്കില്ല. മറ്റ് അംഗങ്ങൾക്കും സാന്ദ്ര ഈ പറയുന്ന തട്ടിപ്പുകൾ, ഈ ഭാരവാഹികൾ നടത്തിയ ഇത്തരത്തിലുള്ള വഴിവിട്ട ഇടപാടുകളൊക്കെ അറിയാമോ? ഒരു പരിധിവരെ എല്ലാവർക്കും അറിയാം. പക്ഷേ മുഴുവനായിട്ട് അറിയാവുമെന്ന് ചോദിച്ചാൽ ഇല്ല. കാര്യം അംഗങ്ങളെ എല്ലാവരും തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഈ കാര്യത്തിൽ. അംഗങ്ങൾക്ക് പലതും ഇത് നമ്മുടെയാണ്, ഈ കമ്പനി പോലും നമ്മുടെയാണെന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കി തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ ഈ കമ്പനി UFO ക്യൂബ് പോലെയുള്ള മറ്റേതെങ്കിലും കമ്പനി വന്ന് ഇത് ടേക്ക് ഓവർ ചെയ്യുകയാണെന്ന് വെക്കുക. 200-300 കോടി രൂപയ്ക്ക് ഇത് ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം ഈ പറയുന്ന 10 പേര് ഈ അസോസിയേഷൻ്റെ ഡയറക്ടർ ബോർഡിലിരിക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലിരിക്കുന്ന 10 പേര് വന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് ഇനി അസോസിയേഷനിൽ മെമ്പർഷിപ്പ് വേണ്ട, ഞങ്ങൾ ഇതുമായിട്ട് സഹകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാവരും എന്തായി? അതാണ് ചോദ്യം. അത് മാത്രമല്ല, ഈ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇതിനകത്ത് അവകാശം വരികയല്ലേ? ഇത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഫണ്ട് കൊണ്ടുണ്ടാക്കിയേക്കുന്ന കമ്പനിയാണ്. ഇത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ബിൽഡിങ്ങിനകത്ത് അതിനുപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. എന്തിനാണ് അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എന്താണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം? ഒരു വലിയ തട്ടിപ്പ് സംഘടനയായി മാറിയിരിക്കുകയാണ് നിർമ്മാതാക്കളുടെ സംഘടന. അപ്പം അത് തുറന്നു കാണിക്കുമെന്നുള്ള ഭയത്തിലാണ് ഈ നോമിനേഷൻ തള്ളുന്നത് പോലെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. സാന്ദ്ര, ഇനി പറയാത്ത എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഇടപാടുകൾ അവിടെ നടക്കുന്നുണ്ടോ? നിലവിൽ ഇപ്പോൾ പറയാൻ കഴിയുന്ന എന്തെങ്കിലും വിഷയങ്ങൾ? ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ പോലും ഞാനല്ല ഈ VDCയുടെ കാര്യം, കണ്ടന്റ് മാസ്റ്ററിംഗ് യൂണിറ്റിൻ്റെ കാര്യം പൊതുസമൂഹത്തിനോട് പറഞ്ഞത്. അത് ശശി അയ്യഞ്ചിറ പോലൊരു സംഘടനയുടെ തന്നെ സെക്രട്ടറിയായി വർഷങ്ങളോളം ഇരുന്നൊരു വ്യക്തിയാണ് പുറത്തു വന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചത്. അപ്പോൾ ഇതുപോലെ പുറം ലോകം അറിയാത്ത, ഞാൻ പലപ്പോഴും പറയുമ്പോഴും ഞാൻ പറയാറുണ്ട്, പുറം ലോകം അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതികരിക്കുന്നത് എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം രഹസ്യം എന്ന് പറയുന്നത് നമ്മുടെ ചോര പോലെയാണല്ലോ. മുറിവുണ്ടായെങ്കിൽ മാത്രമേ അത് പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ ആരും ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. എന്നെ ഉപദ്രവിക്കാതിരിക്കുക, മറ്റംഗങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക. എല്ലാവരും കഷ്ടപ്പെട്ട പൈസ കൊണ്ടാണ് സിനിമ നിർമ്മിച്ചേക്കുന്നത്. അതിൽ കൂടുതലും പോയവർ മാത്രമേ ഉള്ളൂ സംഘടനയിൽ പോലും. ഈ സിനിമ കൊണ്ട് നേട്ടമുണ്ടാക്കിയ നിർമ്മാതാക്കളാരും ഇല്ല, വളരെ വളരെ ചുരുക്കമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഓണർഷിപ്പ് സത്യത്തിൽ എല്ലാ അംഗങ്ങളുടെയും ഉൾപ്പെടുത്തിക്കൊണ്ടല്ല, ഈ ചില ആളുകൾ മാത്രമാണോ? എങ്ങനെയാണ് ഇത് വരുന്നത്? അതെ. ഇത് കൃത്യമായി എത്ര പേരാണെന്നറിയില്ല. 9-10 പേരാണ്. അതായത് ശ്രീ സുരേഷ് കുമാർ, അദ്ദേഹത്തിന് അനന്തരവനായ ശ്രീ സന്ദീപ് സേനൻ, സിയാദ് കോക്കർ, അനിൽ തോമസ്, രഞ്ജിത്ത് രജപുത്ര, അങ്ങനെ രാകേഷ്, അങ്ങനെ കുറച്ച് പേര്. ഇവരൊരു 7-8 പേരാണെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായ ആളുകളുടെ എണ്ണം അറിയില്ല. പക്ഷേ ഇവർ കുറച്ച് പേര് മാത്രമാണ്. അവർ തന്നെ ആൻഡോ ജോസഫ്, അദ്ദേഹത്തിന് വിട്ടുപോകാൻ പറ്റില്ല. കാര്യം രണ്ട് സ്ഥലങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന 2 വ്യക്തികളാണ് ശ്രീ ആൻഡോ ജോസഫും ശ്രീ ജി സുരേഷ് കുമാറും. അപ്പോൾ അവരില്ലാത്ത ഉപ്പില്ലാത്ത കഞ്ഞിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇവരുടെ കാര്യം. ഇനിയിപ്പോൾ നിലവിൽ കോടതിയിൽ നിന്ന് ഒരു അനുകൂല വിധി തന്നെ സാന്ദ്ര പ്രതീക്ഷിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാര്യം പ്രഥമ ദൃഷ്ട്യാ എനിക്ക് നീതികേടാണ് സംഭവിച്ചേക്കുന്നതെന്നുള്ളത് ഈ കേരളം മുഴുവൻ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മാത്രവുമല്ല നിയമപരമായിട്ടും അവർ അനീതിയാണ് എന്നോട് കാണിച്ചിരിക്കുന്നത്. അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഒരു നീതിപീഠമുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കുറേ പേര് സ്വകാര്യമായി പിടിച്ചടക്കി വെച്ചിരിക്കുന്ന പല സംഘടനകളിലും ഇതുപോലുള്ള വിമത ശബ്ദങ്ങൾ ഉയരും. അതിനെ അവർ ഭയക്കണം.
ഇനിയിപ്പോൾ ഈ കോടതിയിൽ നിന്നൊരു വിധി വരുമ്പോഴേക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രൊസീജിയറുകൾ കടന്നു പോയാലും അനുകൂല വിധി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. തെരഞ്ഞെടുപ്പ് റദ്ദാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉദ്ദേശമല്ല. അതിൻ്റെ കാരണം തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയാലും ഇവർക്ക് തന്നെയാണ് നേട്ടം. കാര്യം അവർ തന്നെയാണ് ഇപ്പോഴും അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ ആൾക്കാർ തന്നെയാണ്. ഇപ്പം നിങ്ങൾ ആളുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ആളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു വിട്ടിട്ടേ ഉള്ളൂ. കമ്മിറ്റി സെയിം തന്നെയാണ്. ഇപ്പം തുടരുന്ന കമ്മിറ്റി തന്നെയാണ് അടുത്ത വർഷത്തേക്കും അവർ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റി. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ റദ്ദാക്കുന്നത് വഴി പ്രത്യേകിച്ച് ഒരു നേട്ടവും ഉണ്ടാവുന്നില്ല. എന്തായാലും പ്രൊഡ്യൂസേഴ്സിൻ്റെ സംഘടനയിലെ ആൺ അധികാരത്തിനെതിരെ കാലങ്ങളായി നിലനിൽക്കുന്ന ഈ ഒരു മേൽക്കോയ്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന് ഇറങ്ങിയ ആളാണ് സാന്ദ്ര തോമസ്. ബൈലോയിൽ പറയുന്നത് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും പാലിച്ചിട്ടും നിയമവിരുദ്ധമായി തൻ്റെ പത്രിക തള്ളി എന്നതാണ് സാന്ദ്ര മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതുമായി ബന്ധപ്പെട്ട് അസോസിയേഷനിൽ കഴിഞ്ഞ ദിവസം നടന്ന പോരാട്ടം ഇപ്പോൾ സാന്ദ്ര കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.